ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശാന്തിഗിരി കൈലാസംപടിയിലെ ഭൂമിയിൽ വീണ്ടും വിള്ളൽ. വ്യാഴാഴ്ച രാവിലെയാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെടുന്നത്. കൈലാസംപടിയിലെ മുതലപ്ര ത്രേസ്യാമ്മയുടെ സ്ഥലത്താണ് ഭൂമി രണ്ടായി പിളർന്നത്. ശക്തമായ മഴ തുടരുന്നതിനിടെ മലയോരം ഉരുൾപൊട്ടൽ ഭീതിയിൽ. മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മഴ കനത്തു. ഇരട്ടി മേഖലയിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. വാർത്തകൾ വിശദമായി. ശാന്തിഗിരി കൈലാസംപടിയിലെ ഭൂമിയിൽ വീണ്ടും വിള്ളൽ. 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കും. 2003 ആദ്യമായി ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടതായി കണ്ടെത്തിയത്. കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരി കൈലാസംപടിയിലെ ഭൂമിയിൽ വീണ്ടും വിള്ളൽ. വ്യാഴാഴ്ച രാവിലെയാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെടുന്നത്. കൈലാസംപടിയിലെ മുതലപ്ര ത്രേസ്യാമ്മയുടെ സ്ഥലത്താണ് ഭൂമി രണ്ടായി പിളർന്നത്. വിവിധയിടങ്ങളിൽ ഭൂമി രണ്ടായി പിളർന്നിട്ടുണ്ട്. മഴവെള്ളം ഒഴുകി ഈ വിടവിലൂടെയാണ് പതിക്കുന്നത്. ഇവരെ കൂടാതെ കൈലാസംപടി ടാറിംഗ് റോഡിലും വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം വിള്ളൽ ചെറിയ തോതിലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് വലുതാവുകയായിരുന്നുവെന്ന് ത്രേസ്യാമ്മയുടെ മകൻ ലിജോ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. വൈകുന്നേരം തൊട്ടാണ് ഇതിങ്ങനെ കാണാൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം ഇതൊരു ചെറിയൊരു വിള്ളലേ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പെരുമഴയത്താണ് ഇതുപോലെ വിണ്ട് നല്ലോണം വന്നിരിക്കുന്നത്. ഇപ്പം മൊത്തം 12 വീടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 7 വീടിന് പാസ്സാക്കി. ബാക്കി ഞങ്ങൾ 5 വീട്ടുകാർ ഇപ്പോഴും വീടുണ്ട്. ഈ 5 വീട്ടുകാരെയും കൊണ്ട് കഴിഞ്ഞ വർഷം മാറ്റിയായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഈ മഴയത്ത് ഇതുപോലെ പേടി ആദിച്ച് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. ഇതെന്ന് പരിഹാരം ഉണ്ടാവുമെന്നും അറിയത്തില്ല, ഒന്നും അറിയില്ല. ചെറിയ പിള്ളേരെയും കൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ പിള്ളേർ ഒരാൾ സ്കൂളിൽ പോയേക്കുന്നു. ആ പിള്ളേർ വരുന്നത് ഞങ്ങൾ നോക്കിയിരിക്കണം. ആ ടൈമിൽ ഇനി താഴെ പോയി കൂട്ടിക്കൊണ്ട് വരണം. ആ ഒരു അവസ്ഥയിലാണ് കന്നാലി വളർത്തിയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ക്യാമ്പെന്ന് പറഞ്ഞാൽ ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വെളുത്ത് 4 മണിക്ക് ആ ക്യാമ്പിൽ നിന്ന് ഏറ്റി ഇവിടെ വരണം കുട്ടികളെ കടത്താൻ. ഇവിടെ ഇപ്പോൾ എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ ഇപ്പോൾ നിലവിൽ 5 കുടുംബമാണ്. 2 കുടുംബം ഇവിടെ മേലെയും 3 കുടുംബം താഴെയായിട്ടാണ്. ഈ കഴിഞ്ഞ വർഷം മാറ്റി പാർപ്പിച്ചില്ല? കഴിഞ്ഞ വർഷം മാറ്റി ഈ നഷ്ടപരിഹാരം കൊടുത്തത് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇല്ലല്ലേ? 7 വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. 7 വീട്ടുകാർക്ക് 10,000 വെച്ചു 10 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് മാറ്റി പാർപ്പിച്ചു. ഇതിപ്പോൾ നിങ്ങളുടെ സ്ഥലത്തല്ലേ വീണ്ടും കയറൽ കണ്ട? നമ്മുടെ സ്ഥലമാണ്. നമ്മൾ വീട്ടിലോട്ട് നടന്നു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മളിവിടുന്ന് ഇപ്പോൾ മാറി താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നാലിയായിട്ട് എങ്ങോട്ട് മാറി താമസിക്കാനാണ്. നമ്മൾ കന്നാലിയെ വളർത്തി ജീവിക്കുന്ന ആൾക്കാർ. 2003 ആദ്യമായി ഭൂമിയിൽ വിള്ളൽ രൂപപ്പെടുന്നതായി ഇവിടെ കണ്ടെത്തിയത്. പിന്നീട് 2018 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വീണ്ടും വിള്ളൽ പ്രതിഭാസം കണ്ടെത്തിയതിനെ തുടർന്ന് 7 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. സോയിൽ പൈപ്പിംഗ് കാരണമാണ് ഭൂമിയിൽ വിള്ളൽ ഉണ്ടാകുന്നതെന്നും കനത്ത മഴ ഉണ്ടാകുമ്പോൾ വെള്ളമൊഴുകി വിള്ളൽ വികസിക്കുന്നതായും അന്ന് കണ്ടെത്തിയിരുന്നു. സംഭവസ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ്, സജീവൻ പാലുമി, കേളകം SI രമേശൻ എന്നിവർ സന്ദർശിച്ചു. പ്രദേശത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട നടപടി കൈക്കൊള്ളുമെന്നും കോളിത്തട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ശാന്തിഗിരി കൈലാസംപടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭൂമിക്ക് വിള്ളൽ വീഴുന്ന പ്രതിഭാസം ഇന്ന് വീണ്ടും വർദ്ധിക്കുകയും റോഡിലടക്കം വിള്ളൽ വീഴുന്ന സ്ഥിതിയാണുള്ളത്. അവിടെ 5 കുടുംബത്തെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഇന്നത്തെ വൈകുന്നേരത്തെ കാലാവസ്ഥ കൂടി നോക്കി പ്രയാസമാണെങ്കിൽ അവരെ കോളിത്തട്ട് ഗവൺമെൻറ് LP സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഇങ്ങനെ വ്യാപകമായ നാശനഷ്ടമാണ് കേളകം പഞ്ചായത്തിൽ ഈ ഇന്നലെയും ഇന്നുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത സമയത്തുണ്ടായ കാറ്റിലും മരങ്ങൾ കടപുഴകി വീണ് വലിയ അപകടം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് തേക്ക് വ്യാപകമായിട്ട് കടപുഴകി വീഴുകയാണ്. KSEBിക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായ സംശയം. മണിക്കടവ് വട്ട്യാംതോട് പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. പുഴയോരത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കർണാടക വനമേഖലയിൽ നിന്നും ഒഴുകി വരുന്ന പുഴകളിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നത്. ഇതോടെ വട്ട്യാംതോട് വയത്തൂർ പാലങ്ങൾക്ക് മുകളിലൂടെ വെള്ളം ഒഴുകി. 2 ദിവസമായി മലയോര മേഖലയിലെ വനപ്രദേശങ്ങളിൽ ഉൾപ്പെടെ അതിശക്തമായ മഴ പെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നു. മണിക്കടവ് ടൗണിലെ കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറാനിടയായി. വയത്തൂർ മുച്ചിയാട് മേഖലയിലെ പുഴയോരത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉളിക്കൽ പഞ്ചായത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ മുച്ചിയാട് പുഴയിലെ വെള്ളം കയറി കർണാടക വനത്തിൽ ഉരുൾപൊട്ടലുണ്ടായതായി സംശയിക്കുകയാണ്. ഇവിടെ മണിക്കടവ് ചപ്പാത്ത് പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണുള്ളത്. പാലം നിന്ന സ്ഥലം നമുക്ക് ഇവിടെ നമ്മുടെ തൊട്ടുമുകളിലുള്ള സ്ഥലം പുഴ ഒഴുകുന്നതായിട്ട് മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പാലം കാണാൻ തന്നെയില്ല. തൊട്ട് താഴെ വട്ട്യാംതോട് പാലത്തിന് മുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ
വൈത്തൂർ പാലം, ചപ്പാത്ത് പാലവും വെള്ളത്തിനടിയിലാണ്. പുളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ നിലവിൽ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പാലപ്പുഴ പാലത്തിന് മുകളിൽ വെള്ളം കയറി പാലപ്പുഴ ആർലം ഫാം കീഴ്പള്ളി റോഡ് അടച്ചു. പാലപ്പുഴ പാലത്തിന് മുകളിൽ വെള്ളം കയറി പാലപ്പുഴ ആർലം ഫാം കീഴ്പള്ളി റോഡ് അടച്ചു. ബാവലിപ്പുഴയിൽ വെള്ളം ഉയർന്നതോടെയാണ് പാലപ്പുഴ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയത്. ഇതോടെ പാലത്തിന്റെ ഇരുഭാഗങ്ങളും അടച്ചു. വർഷകാലങ്ങളിൽ മലയോരത്ത് ഉരുൾപൊട്ടൽ അടക്കമുള്ള സമയങ്ങളിലാണ് പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകാറുള്ളത്. എന്നാൽ ഇക്കുറി ശക്തമായ മഴയിൽ പാലത്തിന് മുകളിൽ വെള്ളം ഉയരുകയായിരുന്നു. കൊട്ടിയൂർ ആർലം വനമേഖലകളിലുണ്ടായ ശക്തമായ മഴയാണ് ബാവലിപ്പുഴയിൽ വെള്ളം കയറാൻ ഇടയാക്കിയത്. പാലപ്പുഴ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നതറിഞ്ഞ് നിരവധി നാട്ടുകാരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കനത്ത മഴ മലയോരത്ത് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയും മതിലിടിഞ്ഞും നാശനഷ്ടം. പേരാവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം കാഞ്ഞിരപ്പുഴ കരകവിഞ്ഞൊഴുകി. സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാൻ പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കനത്ത മഴയിൽ മലയോരത്ത് പലയിടങ്ങളിലും വെള്ളം കയറി. പേരാവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം കാഞ്ഞിരപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ഇതിലെല്ലാം ഫുള്ള് വെള്ളം കയറി നടന്നതാട്ടോ. ഇതിന്റെ മുകളിൽ കൂടി ഇതിലെ കൂടി ഇങ്ങനെ മറിഞ്ഞ് അങ്ങോട്ട് പോയതാ. നീർത്തന്നോ അടലാക്കില്ലല്ലോ. ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭാഗത്ത് പൂർണ്ണമായും വെള്ളം കയറി. ഇതുവഴിയുള്ള കാൽനടയാത്ര അസാധ്യമായിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാലൻ അറിയിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പേരാവൂർ പഞ്ചായത്തിലെ ചെവിടിക്കുന്നാണുള്ളത്. ഇപ്പോൾ കാഞ്ഞിരപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ചെവിടിക്കുന്നിലെ നമ്പീശൻ്റെ വീടിനടുത്ത് വരെ വെള്ളമെത്തി അല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ സന്ദർശിച്ചു. ഇപ്പോൾ പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇരുവശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെ വെള്ളക്കെട്ട് വ്യാപകമായി റോഡിലും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കുട്ടികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ ബന്ധപ്പെടാൻ പഞ്ചായത്തിൽ അടിയന്തര സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ നമ്പർ ഉൾപ്പെടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് ആവശ്യമായ സഹായം തേടണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുക.
പലയിടങ്ങളിലും വീട്ടുപറമ്പുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കുകയാണ്. തൊണ്ടിയിൽ ജിമ്മി ജോർജ് റോഡിൽ നാരായണൻ നമ്പീശന്റെ വീട്ടുപറമ്പിൽ വെള്ളം കയറി പശുത്തൊഴുത്ത് വെള്ളത്തിനടിയിലായി. തിരുവോണപ്പുറം തൊണ്ടിയിൽ റോഡിൽ കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു താഴ്ന്നു. ചേരിക്കുന്നുമൽ ഭാസ്കരന്റെ വീട്ടുമതിലാണ് ഇടിഞ്ഞത്. മുള്ളേരിക്കൽ ചെടിക്കളം തിരുവോണപ്പുറം റോഡിൽ കാർക്കോടൻ ശാന്തിയുടെ വീട്ടുമതിൽ ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മുരിങ്ങോടിയിൽ വി രാജൻ, ദാമോദരൻ എന്നിവരുടെ വാഴത്തോട്ടത്തിൽ വെള്ളം കയറി. പേരാവൂർ കൊനിത്തലമുക്കിൽ സബ് ട്രഷറിക്ക് സമീപം വെള്ളം കയറി കാൽനടയാത്രയും ചെറുവാഹനങ്ങൾ കടന്നുപോകുന്നതിനും ബുദ്ധിമുട്ട് നേരിടുന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ശക്തമായ മഴ തുടരുന്നതിനിടെ മലയോരത്തെ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീതിയിൽ. മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങളും. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴ മലയോരത്തെ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീതിയിൽ. ബാവലിപ്പുഴ, ചീങ്കണ്ണി, കക്കുവ, കാഞ്ഞിരപ്പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീങ്കണ്ണിപ്പുഴ കരകവിയുന്നത് കോടികൾ ചിലവിട്ട് നിർമ്മിച്ച ആറളം ആനമതിലിനും ഭീഷണിയുണ്ട്. ആറളം, കക്കുവപ്പുഴയും ബാവലിപ്പുഴയും കാഞ്ഞിരപ്പുഴയും പാലപ്പുഴയും നിറയുന്നത് കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും വെള്ളം കയറാൻ കാരണമായി. കനത്ത മഴ തുടരുന്നതിനാൽ കണിച്ചർ പഞ്ചായത്തിൽ മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ പൂളക്കുറ്റി പ്രദേശങ്ങളിലും വീണ്ടും ഉരുൾപൊട്ടൽ ഭീതിയുടെ നിഴലിലാണ്. കൂടാതെ കനത്ത മഴയിൽ വീടുകൾക്കും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മലയോരത്ത് വിവിധ പ്രദേശങ്ങളിൽ പേരാവൂർ അഗ്നിശമന സേനയും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും സജീവമായി രംഗത്തുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു. മീത്തലെ പുന്നാട് ചെമ്പോറയിലെ രാജീവന്റെ വീട്ടുമതിലാണ് ഇടിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെയാണ് മീത്തിലെ പുന്നാട് ചെമ്പോറയിലെ രാജീവന്റെ വീടിന്റെ മതിൽ ഇടിഞ്ഞത്. ഇതോടെ തോട്ടിലൂടെ ഒഴുകിയ വെള്ളം ഗതിമാറി സമീപത്തെ ലക്ഷ്മി അമ്മയുടെ വീടിന്റെ മുറ്റത്തുൾപ്പെടെ കയറി. വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി.
ന്യൂസ് ബ്യൂറോ ഇരിട്ടി. മലയോര ഹൈവേയിൽ ഗതാഗതം നിലച്ചു. ആലം മണത്തണ മലയോര ഹൈവേയുടെ ഭാഗമായ പാലപ്പുഴ ചെന്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് മുകളിൽ വെള്ളം കയറിയതോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചത്. മലയോര ഹൈവേയിൽ ഗതാഗതം നിലച്ചു. ആറളം മണത്തണ മലയോര ഹൈവേയുടെ ഭാഗമായ പാലപ്പുഴ ചേന്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് മുകളിലൂടെ വെള്ളം ഒഴുകിയതോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചത്. ബുധനാഴ്ച പെയ്ത മഴയിലും വ്യാഴാഴ്ച പുലർച്ചെയുമായി പെയ്യുന്ന മഴയിലുമാണ് അപ്രോച്ച് റോഡിന് മുകളിലൂടെ വെള്ളം ഒഴുകിയത്. നിർമ്മാണത്തിലിരിക്കുന്ന തൂണിന്റെ മുകളിൽ വരെ വെള്ളം ഉയർന്നു. ഇതോടെ പാലം നിർമ്മാണം സാധന സാമഗ്രികൾ ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഇതുവഴിയുള്ള യാത്രക്കാർ മറ്റ് വഴികളിലൂടെ പോകണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി. ഭൂമിയിലെ വിള്ളൽ സംഭവിച്ച നാശനഷ്ടം സംഭവിച്ചവരെ സഹായിക്കുന്നതിന് പകരം അനർഹരെ പീഡികയിൽ തിരുകിക്കയറ്റി ആളുകൾക്ക് ഭൂമിയും വീടും നഷ്ടപ്പെടുത്തിയ നടപടിയാണ് സണ്ണി ജോസഫ് MLA സ്വീകരിച്ചതെന്ന് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്. ശാന്തിഗിരി കൈലാസം പടിയിലെ ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ 2019 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം നൽകി. 2023 7 കുടുംബങ്ങൾക്ക് 10 ലക്ഷം നൽകി മാറ്റിപ്പാർപ്പിച്ചു. ദുരിതബാധിത മേഖലയിലെ 15 കുടുംബങ്ങൾക്ക് കൃത്യമായ സഹായം നൽകണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. എന്നാൽ സണ്ണി ജോസഫ് MLA അനർഹരായ നിരവധി ആളുകളെ ശാന്തിഗിരിയിലടക്കമുള്ള ആളുകളെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് മുഴുവൻ ആളുകൾക്കും ഭൂമിയും വീടും ലഭിക്കാതെ പോയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ശാന്തിഗിരി കൈലാസംപടിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭൂമിക്ക് വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നിരവധി വീടുകൾ തകർന്നിരുന്നു. 2019 പ്രളയത്തിന് ശേഷം 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച് അവരെ മാറ്റി താമസിപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ വർഷം 7 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകി അവരെയും മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും മിക്കവരും വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 15 കുടുംബങ്ങൾക്ക്, ഈ ദുരിതബാധിത മേഖലയിലെ 15 കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്യണമെന്നുള്ളതാണ് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അനർഹരായ നിരവധി ആളുകളെ, ശാന്തിഗിരിയിലടക്കമുള്ള നിരവധി ആളുകളെ ആ പട്ടികയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് മുഴുവൻ ആളുകൾക്കും ഭൂമിയും വീട് ലഭിക്കാതെ പോയത്. ഇപ്പോൾ ബാക്കിയുള്ള 5 കുടുംബങ്ങൾ കൂടി ലഭിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 5 കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ് കേളകം. ശാന്തിഗിരി കൈലാസം പടിയിലെ വിള്ളൽ കണ്ടെത്തിയ പ്രദേശം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പല്ല വേണ്ടതെന്നും നടപടിയാണ് ആദ്യം വേണ്ടതെന്നും മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാറംകുളം പറഞ്ഞു. ശാന്തിഗിരി കൈലാസംപടിയിലെ വിള്ളൽ കണ്ടെത്തിയ പ്രദേശം കോൺഗ്രസ് നേതാക്കളായ സന്തോഷ് ജോസഫ് മണ്ണാർകുളം, വർഗീസ് ജോസഫ്, ലിസി ജോസഫ്, വിൽസൺ കൊച്ചുപുരക്കൽ എന്നിവർ സന്ദർശിച്ചു. മുതലപ്ര ത്രേസ്യാമിയുടെ സ്ഥലത്തെ വിള്ളൽ കണ്ടതിനു ശേഷം നേതാക്കൾ MLA ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. വർഷങ്ങളായി തുടരുന്ന പ്രതിഭാസമാണിത്. എന്നാൽ കുടുംബങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകി മാറ്റി പാർപ്പിക്കുകയാണ് ആദ്യം വേണ്ടതെന്നും ദുരിതാശ്വാസ ക്യാമ്പല്ല വേണ്ടതെന്നും മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ശാന്തിഗിരിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ശാന്തിഗിരിയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതേ പ്രതിഭാസം, ഭൂമി വീണ്ടുകയറുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേർക്ക് സർക്കാരിൻ്റെ സഹായം കൊണ്ട് ഏതാണ്ട് 10 ലക്ഷം രൂപ കണ്ട് കൊടുത്തിട്ട് വീടും സ്ഥലമൊക്കെ വാങ്ങാൻ കൊടുത്തിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം, 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും വീടും സ്ഥലമൊന്നും വാങ്ങാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ മനുഷ്യൻ ജീവഹാനി ഭയന്ന് ഇവിടുന്ന് ഓടിപ്പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഒരു 5-6 വീട്ടുകാർ ഇപ്പോൾ ഉണ്ട് ഇവിടെ നിലവിൽ. ഇപ്പം നമ്മൾ കണ്ട ഒരു വീട് വിണ്ട് കയറിയ ഒരു വീടുണ്ട്. ഇവിടെ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ പറയും വിണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഈ വിണ്ട് കയറുന്ന അവസരത്തിൽ ഇവിടെ പഞ്ചായത്തുകാരൊക്കെ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതാണ്. പക്ഷേ ഇതൊരു ശാശ്വത പരിഹാരമല്ല. ഈ പരിഹാരം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് ശാശ്വതമായിട്ട് ജീവിക്കാനുള്ള ഒരു ഭൂമി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുകൊടുക്കും. ഇവിടെ കാരണം താമസിക്കാൻ ഇവിടെ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഇവർക്ക് ഇവരുടെ ഭൂമി വാങ്ങിക്കൊടുക്കാം. ന്യായമായ പൈസ കൊടുത്തുകൊണ്ട് ഇവർക്ക് എവിടെയെങ്കിലും ജീവിക്കാനുള്ളൊരു അവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മളിപ്പോൾ MLAയോട് ഞാനും KPC മെമ്പറും DC മെമ്പറൊക്കെ സംസാരിച്ചു. ഇവിടെ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഇവിടുന്ന് പോകുന്ന വെള്ളം കാനായി നിറഞ്ഞൊഴുകി ഭൂമിയിൽ കൂടുതൽ വിണ്ടലുണ്ടാകുന്നു. അതുകൊണ്ട് അവിടെ താൽക്കാലികമായിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് കാനയിലേക്ക് വെള്ളം തോട്ടിലേക്ക് ഒഴുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ MLAയോട് ആവശ്യപ്പെട്ടു. MLA തീർച്ചയായിട്ടും അതിന് പരിഹാര നടപടി കാണും. എങ്കിൽ പോലും ഇതിന് മുകളിലേക്കൊക്കെ ഇപ്പോൾ നമ്മൾ മുകളിലേക്ക്. ഹൈവിഷൻ ന്യൂസ് കേളകം. ഉളിയിൽ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. സ്കൂളിന്റെ മുറ്റത്തുൾപ്പെടെ വെള്ളം കയറിയതോടെ ഉളിയിൽ ഗവൺമെന്റ് UP സ്കൂളിന് അവധി നൽകി. ഉളിയിൽ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. സ്കൂളിന്റെ മുറ്റത്തുൾപ്പെടെ വെള്ളം കയറിയതോടെ ഉളിയിൽ ഗവൺമെന്റ് UP സ്കൂളിന് വ്യാഴാഴ്ച അവധിയായിരുന്നു. സ്കൂളിന്റെ സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ നിന്നാണ് വെള്ളം സ്കൂൾ മുറ്റത്ത് വരെ എത്തിയത്. ഉളിയിൽ പാച്ചിലാളം റോഡ്, ഉളിയിൽ
മുല്ലേരിക്കണ്ടി കല്ലേരിക്കൽ റോഡിലും വെള്ളം കയറി. തോട് കടന്നുപോകുന്ന സമീപത്തെ പറമ്പുകളിലെല്ലാം വെള്ളം കയറി കൃഷിനാശവും സംഭവിച്ചു. കുന്നിൻകീഴിൽ അത്തപ്പുഞ്ച റോഡ് പാലത്തിന് സമീപം വെള്ളം കയറി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കനത്ത മഴയിൽ ആറ്റാംചേരി പാടശേഖരം വെള്ളത്തിനടിയിൽ. നിരവധി കർഷകരുടെ കാർഷിക വിളകൾ വെള്ളം കയറി നശിച്ചു. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ കണിച്ചാർ പഞ്ചായത്തിലെ ആറ്റാഞ്ചേരി പാടശേഖരവും വെള്ളത്തിനടിയിൽ. നിരവധി കർഷകരുടെ കാർഷിക വിളകളാണ് വെള്ളം കയറി നശിച്ചത്. വാഴ, മരച്ചീനി, നെല്ല് തുടങ്ങിയവ വെള്ളത്തിനടിയിലാണ്. നവീഷ്, ഷിജി തുടങ്ങിയവരുടെ വാഴയും മരച്ചീനിയും വെള്ളം കയറി നശിച്ചു. സമീപത്തെ കവുങ്ങുംതോട്ടത്തിൽ ഉൾപ്പെടെ വെള്ളം കയറി. മഴ കുറയാത്ത സാഹചര്യത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾ ഉരുൾപൊട്ടൽ ഭീതിയിലാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. മത്സ്യകൃഷിയുടെ കൂട് ഒഴുകിപ്പോയി. പെരുവംപറമ്പ് പഴശ്ശിരാജ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മത്സ്യകൃഷിയുടെ കൂടുകളാണ് ഒഴുകിപ്പോയത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ മഴയിലാണ് പുഴയിൽ ജലനിരപ്പ് വർദ്ധിക്കുകയും കുത്തൊഴുക്ക് ഉണ്ടാവുകയും ചെയ്തത്. ഇതോടെയാണ് പെരുവംപറമ്പ് കപ്പച്ചേരിയിൽ പുഴയിൽ നടത്തുന്ന പഴശ്ശിരാജ സ്വാശ്രയ സംഘത്തിന്റെ മത്സ്യകൃഷിയുടെ കൂട് ഒഴുകിപ്പോയത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കനത്ത മഴയിൽ ഇരായ്ക്കൊല്ലിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ബിജു കടമേരിയുടെ 21 കോൽ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കനത്ത മഴയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ഈരായ്ക്കൊല്ലിയിലെ കടമേരി ബിജുവിൻ്റെ 21 കോൽ താഴ്ചയുള്ള കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ സമീപത്തുള്ള കിണറാണ് വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. മോട്ടോറും ആൾമറയും ഉൾപ്പെടെ കിണറിനകത്തായി. വലിയൊരു ഭീമുണ്ടായിരുന്നു, അത് മൊത്തം സംഭവം അറിഞ്ഞ് നിരവധി ആളുകളാണ് സ്ഥലത്ത് എത്തിയത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വീടിന് മുകളിൽ മരം കടപുഴകി വീണു. ആലം ഓടക്കാലിലെ തറപ്പേൽ ബാബുവിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന് മുകളിൽ മരം കടപുഴകി വീണു. ആറളം പഞ്ചായത്തിലെ ആറളം ഒടാക്കലിലെ തറപ്പേൽ ബാബുവിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, ആറളം ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ഉമ്മിക്കുഴി എന്നിവർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. യാത്രാ ദുരിതം പേറി ഓടപ്പുഴ ST നഗർ നിവാസികൾ. മഴ കനത്തതോടെ മലയാംപടി രാജ്മുടി തോടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഏകയാത്ര മാർഗമാണ് തടസ്സപ്പെടുന്നത്. കണിച്ചാർ പഞ്ചായത്തിലെ 6-ാം വാർഡ് ഓടപ്പുഴ ST നഗർ നിവാസികൾ മഴ കനത്തതോടെ യാത്രാ ദുരിതം പേറുകയാണ്. മെയിൻ റോഡിലേക്കെത്താൻ മലയാംപടി രാജമുടി തോട് കടക്കണം. തോടിന് പാലമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിലാണ്. 10 കുടുംബങ്ങളിലായി 43 ആളുകളാണ് താമസക്കാരായി ഉള്ളത്. സ്കൂൾ കുട്ടികളെ തോട് കടത്തിവിട്ട് വേണം ഇവർക്ക് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും പോകാൻ. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ തിരിച്ചെത്തുമ്പോഴേക്കും തിരിച്ചെത്തുകയും വേണം. വർഷങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ് ഈ തോടിനു കുറുകെ ഒരു പാലം എന്നത്. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുമ്പേ പെരുമഴയത്ത് തോട്ടുവക്കിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഇന്നിവർക്ക്. ഒരാൾ എന്തായാലും വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂലിപ്പണിക്കാരാണ്. രാവിലെ നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേരെങ്ങനെ പോകുമെന്നുള്ളൊരു ടെൻഷൻ എന്നും ഉണ്ട്. വൈകിട്ടാണേലും അങ്ങനെ തന്നെ ആരെങ്കിലും എന്നും വേണം കൂടെ. ഈ മഴക്കാലമായ ഈ ബുദ്ധിമുട്ടുള്ളത്? മഴക്കാലമായ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ സ്കൂൾ ടൈമിൽ എത്തണമെങ്കിൽ കറക്റ്റ് നമുക്ക് നേരത്തെ ഇറങ്ങിയെങ്കിലും പറ്റുള്ളൂ. അപ്പം വലിയവരാരെങ്കിലും ഇല്ലെങ്കിൽ കുട്ടികളെ കടത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ്. രാവിലെ ആയാലും വൈകിട്ടായാലും എല്ലാവരും ഇവിടെ വേണം ആരെങ്കിലും കുട്ടികളെ കടത്തണമെങ്കിൽ. പിന്നെ രോഗാവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ എടുത്ത് കടത്താനും വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. മെയിൻ റോഡിലേക്ക് എത്താൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഈ തോട് കടക്കുകയല്ലാതെ മറ്റു വഴിയില്ല. ഒരു നടപ്പാലമെങ്കിലും ഇവിടെ അനുവദിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് നടപ്പാലം അനുവദിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത മഴയിൽ വീടിന്റെ മുറ്റം ഇടിഞ്ഞു താഴ്ന്നു. അമ്പായത്തോട് താഴെപ്പാൽച്ചുരത്തെ ഓളാട്ടുപുറം ബിജുവിന്റെ വീടിന്റെ മുറ്റമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കനത്ത മഴയിൽ വീടിന്റെ മുറ്റം ഇടിഞ്ഞു താഴ്ന്നു. അമ്പായത്തോട് താഴെ പാൽച്ചുരത്തെ ഓളാട്ടുപുറം ബിജുവിന്റെ വീടിന്റെ മുറ്റമാണ് വ്യാഴാഴ്ച രാവിലെ ഇടിഞ്ഞു താഴ്ന്നത്. വീടടക്കം നിലവിൽ ഭീഷണിയിലാണ്. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ
ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട്. മഴ മാറി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വിള്ളൽ പോലെ കണ്ടു, പിന്നെ മൊത്തം അങ്ങ് ഇടിഞ്ഞു പോകുമായിരുന്നു. കഴിഞ്ഞപ്പോൾ ആ കോളനിക്കാരെല്ലാം കൂടെ കാർന്ന് കേട്ടോണ്ടാ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് തള്ളി ഇറങ്ങിക്കഴിഞ്ഞു. ഇറങ്ങി പോകുമെന്നാ ഇപ്പൊ പേടി, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിരങ്ങാനുള്ള സാധ്യതയുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൂടുതൽ ഭാഗം ഇടിയാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിട്ടുണ്ട്. ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയും പുരോഗമിക്കുന്നുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും കാര്യക്ഷമമാക്കാനും കൊട്ടിയൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. ഹെൽപ്പ് ഡെസ്കിനായി പ്രത്യേക ഫോൺ നമ്പറും പഞ്ചായത്ത് ഇറക്കി. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും കാര്യക്ഷമമാക്കാനും കൊട്ടിയൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. വ്യാഴാഴ്ച പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി തമ്പടാകം, വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പന്തുരുത്തിൽ, വില്ലേജ് ഓഫീസർ ഷാജി പി മാത്യു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു എന്നിവരും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. ഹെൽപ്പ് ഡെസ്കിനായി പ്രത്യേക ഫോൺ നമ്പറും പഞ്ചായത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിലുള്ള കാലാവസ്ഥ നമുക്ക് വളരെ മോശമായിട്ടാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശങ്ങളിലുള്ള കാര്യങ്ങൾ നോക്കാനും അതോടൊപ്പം തന്നെ സന്നദ്ധ സേന പ്രവർത്തകർ, ദുരന്തനിവാരണ സേന എന്നുള്ളവരെല്ലാം ചേർത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതെല്ലാം അന്നേരം തന്നെ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. ആലം ചെരിക്കുളം സ്വദേശിനി പെരുന്തയിൽ മറിയം ഷാക്കിരയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഈ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് വീടിന് മുകളിൽ മരം വീണത്. തിലങ്കേരി ഉരുവച്ചാൽ റോഡിൽ ആലാച്ചിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തില്ലങ്കേരി ഉരുവച്ചാൽ റോഡിൽ ആലാച്ചിയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം റോഡിലേക്ക് കടപുഴകി വീണത്. ഈ മേഖലയിലെ വൈദ്യുതി കേബിൾ ബന്ധങ്ങളും താറുമാറായി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേളകം അടയ്ക്കാത്തോട് റോഡിൽ സെന്റ് ജോർജ് പള്ളിക്ക് സമീപത്ത് വെച്ചാണ് സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ചത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കേളകത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടിയൊന്നും പറ്റി പോയില്ല അങ്ങോട്ട്. വണ്ടി പോയില്ല. ഇവിടെ അങ്ങോട്ട് പോകുന്ന വണ്ടിക്കകത്ത് വരുമില്ല. അയ്യപ്പൻകാവ് മേഖലയിൽ കടപുഴകി വീണ മരങ്ങൾ SDPI വോളണ്ടിയർ ടീം മുറിച്ചു നീക്കി. അയ്യപ്പൻകാവ് മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും റോഡിലേക്കും വീടിന് മുകളിലേക്കും കടപുഴകി വീണ മരങ്ങൾ മുഴക്കുന്ന് പഞ്ചായത്ത് അയ്യപ്പൻകാവ് 2ാം വാർഡിലെ SDPI വോളണ്ടിയർ ടീം മുറിച്ചു നീക്കി. വിളക്കോട് അയ്യപ്പൻകാവ് റോഡിൽ കടപുഴകി വീണ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആർലത്തെ വീടിന് മുകളിലേക്ക് വീണ മരവും മുറിച്ചു നീക്കി. SDPI മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AP മുഹമ്മദ്, വോളണ്ടിയർ ടീം ക്യാപ്റ്റൻ S ആയിസ്, ബ്രാഞ്ച് പ്രസിഡന്റ് നവാസ് അയ്യപ്പൻകാവ്, നിയാസ് ചെങ്ങാടി, UV യൂനിസ്, KV അഷീർ, സക്കീർ പുഴക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. സ്വകാര്യ വ്യക്തി തോട്ടിൽ മാലിന്യം ഒഴുക്കുന്ന ദൃശ്യം ദുരന്ത നിവാരണ സേനാംഗം മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പഞ്ചായത്ത് അധികൃതരെത്തി മാലിന്യം ഒഴുക്കിയ വ്യക്തിക്ക് 10,000 രൂപ പിഴ ചുമത്തി.
അടക്കാത്തോട് ചാപ്പത്തോട്ടിൽ സ്വകാര്യ വ്യക്തി പ്ലാസ്റ്റിക് മാലിന്യം ഒഴുക്കുന്ന ദൃശ്യം ദുരന്ത നിവാരണ സേനാ അംഗം മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇത് കണ്ട് പഞ്ചായത്ത് സെക്രട്ടറി മാലിന്യം ഒഴുക്കിയാൾക്കെതിരെ പിഴ ചുമത്തി. അടക്കാത്തോട് സ്വദേശി വെള്ളാറയിൽ മുഹമ്മദ് സാലി എന്നിവർക്ക് കേരള പഞ്ചായത്ത് രാജ് നിയമങ്ങൾ സെക്ഷൻ 219 ചട്ടം അനുസരിച്ചാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. ചാക്കുകളിലായി മാലിന്യം നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് HC മുസമ്മിൽ NK, ക്ലർക്കുമാരായ സൈനുദ്ദീൻ, മുഹമ്മദ് അനസ് എന്നിവർ സ്ഥലം പരിശോധിക്കുകയും നോട്ടീസ് കൈമാറുകയും ചെയ്തു. ഹൈവിഷൻ ന്യൂസ്, കേരളം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. കേരളം ബസ് സ്റ്റാൻഡിൽ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം, വർഗീസ് ജോസഫ് നടപ്പുറം, ലിസി ജോസഫ്, അഡ്വക്കേറ്റ് സ്റ്റാനി സെബാസ്റ്റ്യൻ, ജോയ് വേഴുപുഴ, വിൽസൺ കൊച്ചുപുരകൽ എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേരളം. കണിച്ചാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ചാക്കോ തൈക്വൽ ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കണിച്ചാർ ടൗണിൽ നടത്തിയ അനുസ്മരണ യോഗം ജോണി മുല്ലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ മണ്ഡലം പ്രസിഡന്റ് ചാക്കോ തൈക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ധീരതയോടെ, സമചിത്തതയോടെ അതിനെ നേരിടുകയും അതിൽ നിന്നെല്ലാം മുക്തി നേടിക്കൊണ്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. നമുക്കറിയാം, ശ്രീ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിലെന്തെങ്കിലും നിയമപരമായി ചട്ടങ്ങൾക്ക് ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചട്ടങ്ങളൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഭരണം നടത്തിയ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ജോസ് നരിമറ്റം, ലിസമ്മ മംഗലത്തിൽ, ആദർശ്, സുമി, ലാലി ജോസ്, ഷാജി കുന്നുംപുറം, സജീവൻ പാലപ്പള്ളി, സേവിച്ചൻ, സിന്ധു ചിറ്റേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി പ്രവർത്തകർ പെരുമ്പുന്ന മൈത്രി ഭവൻ അന്തേവാസികൾക്ക് ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. ഹൈവിഷൻ ന്യൂസ്, കേരളം. പുന്നാട് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ് പുന്നാട് യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പുന്നാട് ടൗണിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും പഠനോപകരണ വിതരണവും നടത്തി. പുന്നാട് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ് പുന്നാട് യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി 1ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് പുന്നാട് ടൗണിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും വിദ്യാർത്ഥിനികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി. ഷാനിദ് പുന്നാട് അധ്യക്ഷത വഹിച്ചു. എം അജീഷ്, പി രജീഷ്, CV സുദീപ് കുമാർ, KC നാരായണൻകുട്ടി, MP സലീം, TK അബ്ദുൾ റഷീദ്, ശരത് P, ഹനീഫ കാരക്കുന്ന്, UP നജീബ്, K സൂരത്, TK റാഷിദ്, PP അരുൺ, ജോബിഷ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് ജനകീയനായ ആരിടപെട്ടാലും ആര് വിളിച്ചാലും സംസാരിക്കുന്ന ഒരു ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാടത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി നടത്തി. പായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാടത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി നടത്തി. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഓർമ്മിക്കുന്ന അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതാണ്. കാരണം അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത വിധം പുതുപ്പള്ളിയിലും കോട്ടയത്തും കേരളമെമ്പാടും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെയുള്ള യാത്ര അവിസ്മരണീയമായിരുന്നു. കാരണം ആയിരക്കണക്കായ 10,000-കണക്കായ ആളുകളാണ് പരിപാടികൾക്കകത്ത് എല്ലാ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ
അദ്ദേഹം ആദ്യമായിട്ടാണ് പൈതൽമലയിൽ ബ്ലോക്ക് കോൺഗ്രസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പൈതൽമല എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ സാധിച്ചത് ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഇങ്ങനെ അവസരം ഉണ്ടായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി. ജനങ്ങളുടെ പടത്തലവനായിരുന്നു. പായം മണ്ഡലം പ്രസിഡന്റ് റൈസ് കണിയാറക്കൽ അധ്യക്ഷത വഹിച്ചു. PC പോക്കർ, ബിജു കരിമാക്കി, തുണ്ടത്തിൽ സെബാസ്റ്റ്യൻ, ബാലകൃഷ്ണൻ പൂവക്കര, നിവിൻ മാനുവൽ, ഭാസ്കരൻ കോളിക്കടവ്, സുനിൽ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരായിക്കൊല്ലി ജ്ഞാനോദയ വായനശാല ഗ്രന്ഥാലയത്തിൽ കർക്കിടക വായനാചരണവും രാജൻ മാഷ് അനുസ്മരണവും സംഘടിപ്പിച്ചു. കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. റിജി ഉദ്ഘാടനം ചെയ്തു. ഈരായിക്കൊല്ലി ജ്ഞാനോദയം ഗ്രന്ഥാലയം വായനശാലയിൽ കർക്കിടക വാരാചരണവും രാജൻ മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കോളയാട് ഗ്രാമപഞ്ചായത്ത് അംഗം സിനിജ സജീവന്റെ അധ്യക്ഷതയിൽ കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. റിജി ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന് തന്നെ ഒരു വലിയൊരു തീര നഷ്ടമാണ് ശരിക്കും രാജൻ മാഷ്. ഞാനത് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, മാഷ് ഏത് സ്കൂളിലാണ് മാഷ് പഠിപ്പിച്ചത്? അപ്പോഴാണ് പറയുന്നത് സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഇവിടെ നമ്മുടെ വായനശാലയിലെ കുട്ടികൾക്ക്, സാധാരണക്കാരായുള്ള മക്കളെ വായനയിലേക്കും അവർക്ക് ട്യൂഷൻ എടുത്തുമൊക്കെയാണ് അവരെ വായനയിലേക്കൊക്കെ എത്തിച്ചതും രാജാവിനാണ് അറിഞ്ഞതിലും. അങ്ങനെയാണ് അധ്യാപകൻ എന്ന മാഷ് എന്ന പേര് വന്നതും മാഷേനെ വിളിച്ചത്. നമ്മുടെ നാട്ടിലൊരു വായനശാല ഉയർന്നു വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിൽ പോലും അതിന് ചുക്കാൻ പിടിക്കാൻ കുറച്ചു പേരെ കാണുന്നു. അത്തരത്തിൽ അതിനോട് താല്പര്യമെടുത്ത്, വായനയോട് താല്പര്യമെടുത്ത് വായനശാല മുഖാന്തരം മറ്റു പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ടുകൾ വായനശാലയിൽ തന്നെയായിരുന്നു ജീവിതം എന്ന് തന്നെ പറയാം. വായനശാലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന് വീട്ടിലും ഒരു വായനശാല തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ LSD ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു അവർ ഈ രാജാവിന് ആരാണെന്നും അനുഷ ആരാണെന്നും ഒന്നും അറിയില്ലായിരുന്നു. ചടങ്ങിൽ രാജൻ മാസ്റ്റർ ഹാൾ അനാച്ഛാദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. റിജി നിർവഹിച്ചു. ഷിജിത് വായനൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ നാട്ടിലെ ഗ്രാമത്തിലെ ഓരോ മനുഷ്യരെ കുറിച്ചും അറിയുന്ന ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെ വ്യവസ്ഥകളോട് ഒരുപക്ഷെ നിശബ്ദമായും ഇടക്ക് പരസ്യമായും കലഹിക്കാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു. മനുഷ്യപക്ഷത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി നിലപാട് തറകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രകടിപ്പിച്ച നാട്ടിലെ അധ്യാപകനായിരുന്നു. അഡ്വക്കേറ്റ് A. കുഞ്ഞനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ തില്ലങ്കേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ തില്ലങ്കേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തില്ലങ്കേരി അധ്യക്ഷത വഹിച്ചു. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഒരു ആശുപത്രി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചിഹ്നമായിരുന്നു. ആധുനിക സംസ്കാരങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തിലും ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. അതുപോലെ തന്നെ ആശ്രയമാകേണ്ട സമയത്ത് ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, വലിയ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമായിരുന്നു കാരുണ്യം. ആ കാരുണ്യയുടെ ആ ഒരു ആനുകൂല്യം കേരളത്തിലെ ജനതയ്ക്ക് മുഴുവൻ ഒരു അനുഗ്രഹം പോലെ ചെരിഞ്ഞു കൊടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ അവനെ താങ്ങായി, തണലായി, കരുതലായി നിന്നിട്ടുള്ള ഒരു നേതാവാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ ഇനി എത്ര കാലം കഴിഞ്ഞാലും ജനത ഓർക്കുക അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലായിരിക്കും, സേവന പ്രവർത്തനത്തിൻ്റെ പേരിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് വൈകുന്നേരം നമ്മുടെ പ്രദേശത്തെ നഗരകണ്ടി പ്രദേശത്ത് അവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് ഒരു സേവനം എന്ന നിലയിൽ, ഒരു കാരുണ്യം എന്നുള്ള നിലയിൽ ഒരു സ്നേഹസ്പർശം അദ്ദേഹം നൽകി വന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഒരു മാതൃക എന്ന നിലയിൽ മാത്രമായി നമ്മൾ ആ ഒരു പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പരിപാടിയിൽ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും പങ്കാളിയാവണം. ഈ ഇത്തരത്തിലുള്ള ഈ മഴക്കാലം പോലെയുള്ള പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ അപ്പുറം സേവന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇറങ്ങാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്ന സമയങ്ങളിലെല്ലാം അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് അവരുടെ പ്രയാസങ്ങൾ മാറ്റണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്.
മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം മോഹനൻ, ടി കൃഷ്ണൻ മാസ്റ്റർ, CP കമലാക്ഷി, PM ജയപ്രകാശ്, P ജിജീഷ്, ഡോളിദാസ്, E കുഞ്ഞിരാമൻ, K മനേഷ്, അഷ്റഫ്, P അനന്തൻ, P പ്രദീപൻ, അത്തിക്ക ദിവാകരൻ, C രവീന്ദ്രൻ, ജിബിൻ കുന്നുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരട്ടി ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി നടത്തി. ഇരട്ടി ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി നടത്തി. പുഷ്പാർച്ചന, ഫോട്ടോ അനാച്ഛാദനം, ഇരട്ടി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത്. അനുസ്മരണ പരിപാടി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാവുകയാണ്. ഉമ്മൻചാണ്ടി സമാനതകളില്ലാത്ത നേതാവായിരുന്നു. പാവപ്പെട്ടവരുടെ പടത്തലവനായിരുന്നു. ഓരോ വിഷയവുമായി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ ആ വിഷയം പരിഹരിക്കാതെ എത്ര ആളുകളുണ്ട് കാണാനുണ്ടെങ്കിലും അവരെല്ലാം കണ്ടുപോകുന്ന അദ്ദേഹം ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ജനസമ്പർക്ക പരിപാടി. ആ ജനസമ്പർക്ക പരിപാടി രാവിലെ ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ വരെയൊക്കെയാണ് കണ്ണൂരിൽ 3 മണിക്കാണ് കണ്ണൂരിൽ അവസാനിച്ചത്. PP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഫോട്ടോ അനാച്ഛാദനം പടിയൂർ ബാലൻ മാസ്റ്റർ നിർവഹിച്ചു. ഉച്ചയ്ക്ക് ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഉച്ചഭക്ഷണ വിതരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നിർവഹിച്ചു. ഷാനിദ് പുന്നാട്, M അജേഷ്, ഷൈജൻ ജേക്കബ്, ജോബിഷ് പോൾ, ഹനീഫ കാരക്കുന്ന്, അയ്യൂബ് ആറളം, PV നിതിൻ, K ബാലകൃഷ്ണൻ, AT ദേവകി, A കുഞ്ഞിരാമൻ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കോളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. KC മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ നിയമക്കുരുക്കുകളെ അതിജീവിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം നൽകിയ കർമ്മയോഗിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KPCC അംഗം KC മുഹമ്മദ് ഫൈസൽ. കോളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരാളുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു ഭരണാധികാരിയാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ധാരാളം ഭരണാധികാരികൾ രാജ്യം ഭരിക്കുന്നുണ്ട്. അവർ ഫയലുകൾ നോക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലായാലും സർക്കാരിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം വരുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമല്ല. അതാണല്ലോ ജനസമ്പർക്ക പരിപാടിയിലൂടെ 51 നിയമങ്ങളാണ് അദ്ദേഹം മാറ്റിമറിച്ച് സാധാരണക്കാരായ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി 3 തവണ അദ്ദേഹം ബഹുജന സമ്പർക്ക പരിപാടി നടത്തി. അന്ന് അദ്ദേഹത്തെ എതിർത്ത ആളുകൾ പറഞ്ഞത് ശിപായിയുടെ പണിയാണ്, വില്ലേജ് ഓഫീസിലെ ശിപായിയുടെ പണിയാണ് ഉമ്മൻചാണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആർക്കും പറ്റാവുന്നതാണ്. പക്ഷേ പിന്നീട് വന്നവരൊക്കെ അതൊരു ശ്രമം നടത്തി. ഉമ്മൻചാണ്ടി ആവാൻ അല്ലെങ്കിൽ ഒരു ഊവാവാനെങ്കിലും ശ്രമിച്ചു. പക്ഷേ അവർക്ക് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോലും എത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരോട് രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം രാജീവൻ എളയാവൂർ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ്, MJ പാപ്പച്ചൻ, രാജൻ കണ്ണങ്കേരി, C ഭാർഗവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അന്തേ എന്ന ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച രജനി ഗണേഷിനെ ആദരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൊണ്ടിയിൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും ചേർന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ തൊണ്ടിയിൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊണ്ടിയിൽ രാജീവ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും ചേർന്നു. DCC മെമ്പർ സണ്ണി സിറീക്കിന്റെ അധ്യക്ഷതയിൽ DCC സെക്രട്ടറി ബൈജു വർഗീസ്, ബ്ലോക്ക് പ്രസിഡന്റ് ജൂബിലി ചാക്കോ, പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം പ്രസിഡന്റ് എൽസമ്മ, മാത്യു തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജു ജോസഫ്, നൂറുദ്ദീൻ മുള്ളേരിക്കൽ, പൊയിൽ മുഹമ്മദ്, ജോസ് നിരപ്പേൽ, ജോബി വാലാങ്കണ്ടത്തിൽ, ജെയിംസ് അറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളുടെ പരാതി എടുത്ത് ഞങ്ങൾ ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ AD ഒന്നാമത് നടക്കാൻ വയ്യ. അദ്ദേഹം ആ ശരീരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്നിട്ട് ട്രെയിൻ മുഖ്യമന്ത്രി കയറാത്തതുകൊണ്ട് ട്രെയിൻ സ്റ്റാർട്ടാക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നിന്നിട്ട് ഉമ്മൻചാണ്ടി സാർ ആ ഫയല് AD കൊടുത്തിട്ട് ഇങ്ങനെ നോക്കി, നമ്മുടെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് ചോദിച്ചു, ഇതൊക്കെ ലാഭകരാണോ? പ്രയോഗിച്ച വാക്ക് ലാഭകരല്ല, പക്ഷെ എല്ലാം നമ്മുടെ ആളുകളാണ്. അപ്പൊ പറഞ്ഞെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, വേഗം തന്നെ അലൈൻമെന്റ് മാറ്റി എടൂരിന്ന് മടപ്പുരച്ചാൽ മണത്തഴ വഴി ആ മലയോര ഹൈവേ മാറ്റാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. പക്ഷെ എത്ര പേരിൽ നമ്മളത് കൈമാറ്റം ചെയ്ത് അറിയുന്നത്? അതിലെ കടന്നു പോകുന്നവരൊക്കെ വിചാരിക്കുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ച റോഡിന്റെ വികസനം, അതുപോലെ ആ പാലം
അവിടുത്തെ പഴശ്ശി ടൗൺ സ്ക്വയർ ഉമ്മൻചാണ്ടി സാർ ഒപ്പിട്ടതാണ്. അവിടുത്തെ മാവേലി സ്റ്റോർ ഉമ്മൻചാണ്ടി സാർ ഒപ്പിട്ടതാണ്. അവിടുത്തെ വനിതാ സഹകരണ സംഘം ഉമ്മൻചാണ്ടി സാർ ഒപ്പിട്ടതാണ്. ഒറ്റ കറണ്ട് ഇല്ലായിരുന്നു. 2001 ഉമ്മൻചാണ്ടി സാർ ആദ്യം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒപ്പിട്ട കടവൂർ ശിവദാസൻ വെച്ചുകൊണ്ട് ശിവദാസൻ സമ്മതിച്ചില്ല, അദ്ദേഹം ഒപ്പിട്ടതാണ്. ഇവിടെ കണ്ട വികസനങ്ങളെല്ലാം ഉമ്മൻചാണ്ടി എന്നൊരു മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ ഉണ്ടാവില്ലെന്ന തെളിവാണ്. 8 വർഷം ഇവിടെ ഭരിച്ചിട്ട് ഒരു മുറുക്കാങ്കട പോലെ ഈ നാട്ടിൽ തുടങ്ങാൻ CPM-നോ പിണറായി വിജയനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വെച്ച് വേണം നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ആ ഇരിട്ടി താലൂക്ക് ഇനി പറയും, ഒരുപാട് പറഞ്ഞാൽ തീരില്ല. വെറുതെ ഒരു വാക്കിൽ അങ്ങനെ വികസന നായകൻ എന്ന് പറയുന്നതല്ല. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ചരമം. ഇരട്ടി നരിക്കുണ്ടത്തിലെ തേങ്ങാപ്പറമ്പിൽ കൃഷ്ണൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഭാര്യ ലീല, മക്കൾ സരോജിനി, ചന്ദ്രൻ, ശോഭ, മരുമക്കൾ ശശി, പരേതനായ പത്മനാഭൻ. കേളകം വളയംശാലയിലെ കരുവൻ പ്ലാക്കൽ മത്തായി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. ഭാര്യ മറിയം, മക്കൾ ബേബി, ഷൈനി, ഷൈജ, ഷീജ, മരുമക്കൾ എൽസി, തങ്കച്ചൻ, സിബി, സാബു. കൊട്ടിയൂർ പിയാമലയിലെ മറ്റത്തിൽ ദേവകി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ കൃഷ്ണൻകുട്ടി, മക്കൾ ഗോവിന്ദൻ, പത്മിനി, ലളിത, നളിനി, സുമംഗല, മരുമക്കൾ പുഷ്പ, ശ്രീശൻ, ജോഷി, മോഹനൻ, പരേതനായ രാധാകൃഷ്ണൻ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോളയാട് യൂണിറ്റ് മുൻ എക്സിക്യൂട്ടീവ് അംഗവും കോളയാട് ടൗണിലെ വ്യാപാരിയുമായിരുന്ന നെല്ലേരി മുഹമ്മദ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ സുബൈദ, മക്കൾ ഷഹ്നാസ്, ഷഹീന, റഫീസ്, റമീസ്, റെനീസ്. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 206, പേരാവൂർ 207, കൊട്ടിയൂർ 207. റബ്ബർ ലോട്ട് ഇരിട്ടി 187, പേരാവൂർ 197, കൊട്ടിയൂർ 197. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 124, കൊട്ടിയൂർ 124. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 635, കൊട്ടിയൂർ 635. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 330, കൊട്ടിയൂർ 325. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6860, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാന്തിഗിരി കൈലാസംപടിയിലെ ഭൂമിയിൽ വീണ്ടും വിള്ളൽ. വ്യാഴാഴ്ച രാവിലെയാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെടുന്നത്. കൈലാസംപടിയിലെ മുതലപ്ര ത്രേസ്യാമ്മയുടെ സ്ഥലത്താണ് ഭൂമി രണ്ടായി പിളർന്നത്. ശക്തമായ മഴ തുടരുന്നതിനിടെ മലയോരം ഉരുൾപൊട്ടൽ ഭീതിയിൽ. മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മഴ കനത്തു. ഇരട്ടി മേഖലയിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.